ഈ ബഡ്ജറ്റ് നിരാശാജനകമായിട്ടുള്ളൊരു ബഡ്ജറ്റാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷത്തിനെ അവഗണിച്ചുകൊണ്ട് ഒരു ന്യൂനപക്ഷത്തെ മാത്രം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റായിട്ടാണ് ഈ ബഡ്ജറ്റ് അവതരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാനോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനോ യാതൊരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നില്ല. മിഡിൽ ക്ലാസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഈ ബഡ്ജറ്റിൽ ഉടനീളം കാണാൻ വേണ്ടി കഴിയുന്നത്. കർഷകൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള യാതൊന്നും ഈ ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തെ പാടെ അവഗണിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയേണ്ടത്. ദീർഘകാലമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഒന്നും തന്നെ ഈ ബഡ്ജറ്റിൽ ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ള തീരുമാനമെടുത്ത പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും മറ്റാവശ്യത്തിന് വേണ്ടിയും പ്രത്യേക പാക്കേജും അനുവദിക്കണം എന്നുള്ള കാര്യം. അതിൽ നമ്മൾ കൃത്യമായിട്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന് നിവേദനം സമർപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ജയിച്ചു വന്ന BJP ഒഴികെയുള്ള മിക്കവാറും MP-മാർ ഒപ്പിട്ട നിവേദനവും കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിരുന്നു. 24,000 കോടി രൂപയുടെ പാക്കേജാണ് സമർപ്പിച്ചിരുന്നത്. പക്ഷേ അതേ സംബന്ധിച്ച് ഒരു കാര്യവും ഈ ബഡ്ജറ്റിൽ പറയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ബഡ്ജറ്റ് സ്പീച്ചിൽ പറഞ്ഞില്ലെങ്കിലും ബഡ്ജറ്റ് ഡോക്യുമെൻ്റിലുണ്ടോ എന്നുള്ളത് പെട്ടെന്ന് പരിശോധിച്ചാണ്. പക്ഷേ ഒരു നയാ പൈസ പോലും കേരളത്തിന് നൽകാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്നുള്ള സ്ഥിതിയാണുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ വയനാട് വലിയ പ്രകൃതി ദുരന്തമുണ്ടായിരുന്നു. അതിന് സ്പെഷ്യൽ പാക്കേജ് നൽകണമെന്ന് നിരവധി വട്ടം നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയും അതുപോലെ ഇവിടുത്തെ MP-മാരും എല്ലാം ആവശ്യപ്പെട്ടാണ്. അതിനോടും പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടായിട്ടില്ല. അതുപോലെ വിഴിഞ്ഞം തുറമുഖം ഒരു അന്താരാഷ്ട്ര തുറമുഖമായിട്ട് വളർന്നു വരികയാണ്. തീർച്ചയായിട്ടും അവിടേക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകണം, ഗ്രാൻറ്റ് നൽകണം എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അത് മിണ്ടുന്നേ ഇല്ല. എന്നാൽ ബീഹാറിന് വേണ്ടി കുറേ അധികം കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഈ ബഡ്ജറ്റിൽ കാണാൻ കഴിയുന്നത്. ആസാമിനും അതുപോലെ ബീഹാറിനും ഒക്കെ ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയും ഡൽഹി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് 5-ാം തീയതി നടക്കുന്നു. അതിന് ഇവിടുത്തെ മിഡിൽ ക്ലാസ്സിനെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ളതും ഈ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണുകയാണ്. നമ്മുടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനോ തൊഴിലില്ലായ്മ പരിഹാരം ഉണ്ടാകാനോ അല്ലെങ്കിൽ പ്രൈസ് റൈസ് കുറയ്ക്കാനോ അങ്ങനെയുള്ള യാതൊരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കാതെ തീർത്തും നിരാശാജനകമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ്. കേരളത്തെ സംബന്ധിച്ച് തീർച്ചയായും കേരളത്തെ അവഗണിക്കുന്ന ഒരു ബഡ്ജറ്റാണ്.